അസ്സലാമു അലൈക്കും. ഭാര്യയോട് അനീതി ചെയ്യുന്ന ഭർത്താവിനോട് ഇസ്ലാം പറയുന്ന മുന്നറിയിപ്പുകൾ. ഭാര്യയെ വേദനിപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യമാണെന്ന് പല പുരുഷന്മാരും കരുതുന്നു. ഒരു വാക്ക് പറഞ്ഞാലോ ഒരു അടി അടിച്ചാലോ എല്ലാവരുടെയും മുന്നിൽ ഒന്ന് അപമാനിച്ചാലോ എന്താണ് പ്രശ്നം? പക്ഷേ ഒരു സ്ത്രീയുടെ ഹൃദയം തകർക്കുമ്പോൾ അതിന്റെ കണക്ക് മനുഷ്യർ മാത്രമല്ല, അള്ളാഹുവും കാണുന്നുണ്ട്. ഭാര്യയുടെ കണ്ണീരിന് പിന്നിൽ ഒരു ഭർത്താവിന്റെ അഹങ്കാരമുണ്ടെങ്കിൽ ആ കണ്ണീർ നാളെയുടെ വിചാരണ ദിനത്തിൽ സാക്ഷിയാകുമോ? ഭാര്യ എന്ന് പറയുന്നത് ഒരു അമാനത്താണ്. നബി തങ്ങൾ പറഞ്ഞു, സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. ഭാര്യ ഭർത്താവിന്റെ അടിമയല്ല, അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ്. വിവാഹ ദിവസം ഞാൻ നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ മനുഷ്യൻ പിന്നീട് അവളെ കരയിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത് വിശ്വാസവഞ്ചനയാണ്. ഭാര്യയെ ആക്രമിക്കുന്നവരെ കുറിച്ച് ചിലർ ഭാര്യയെ അടിക്കുന്നത് പുരുഷത്വമാണെന്ന് കരുതുന്നു. പക്ഷേ നബി തങ്ങൾ തന്റെ ഭാര്യമാരെ ഒരിക്കലും കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല. ഭാര്യയെ മർദ്ദിക്കുകയും അവളുടെ ശരീരത്തിലും മനസ്സിലും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ മുമ്പിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. ഒരു അടിയുടെ വേദന ശരീരത്തിൽ നിന്ന് മാറാം, പക്ഷേ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് വർഷങ്ങളോളം മായില്ല. ചിലർ ഭാര്യമാരെ സുഹൃത്തുക്കളുടെ മുന്നിലും കുടുംബത്തിന്റെ മുന്നിലും തരം താഴ്ത്തി സംസാരിക്കും. നിനക്ക് ഒന്നും അറിയില്ല, നീ എന്തിനാണ് ഈ വീട്ടിൽ? ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം തന്നെ തകർക്കും. ഒരു മുസ്ലിമിന്റെ മാന്യത സംരക്ഷിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ സ്വന്തം ഭാര്യയുടെ മാന്യത തകർക്കുന്നവൻ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്? രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു ഭാര്യ കണ്ണീരോടെ അള്ളാഹുവിനോട് പരാതി പറഞ്ഞാൽ, റബ്ബേ എനിക്ക് നീ നീതി തരണമേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയെ തടയാൻ ഭൂമിയിലും ആകാശത്തും ആരുമില്ല. ആക്രമിക്കപ്പെട്ടവന്റെ ദുആയും അള്ളാഹുവും തമ്മിൽ മറയില്ല എന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഭാര്യയെ സ്നേഹിക്കുന്നത് ഒരു ദൗർബല്യമല്ല, അത് ഈമാനിന്റെ സൗന്ദര്യമാണ്. തന്റെ ഭാര്യയെ ബഹുമാനിക്കുന്ന ഭർത്താവാണ് യഥാർത്ഥ ശക്തൻ. ഇന്ന് നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നവളാണോ, അല്ലെങ്കിൽ നിന്റെ കാരണത്താൽ കണ്ണീരൊഴുക്കുന്നവളാണോ? ആ ചോദ്യം ഓരോ ഭർത്താവും സ്വയം ചോദിക്കുക. ഭാര്യയുടെ ഹൃദയം തകർക്കരുത്, കാരണം ആ ഹൃദയത്തിന്റെ പരാതി നേരിട്ട് അള്ളാഹുവിലേക്ക് എത്താം.